പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നല്ല ദിവസത്തെ ഓർത്ത് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഇന്നും ബലിയർപ്പിക്കാൻ ദൈവം അവസരം തന്നു. സീറോ മലബാർ സഭയുടെ ബലിയിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചു. ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് ഒരു ബലിക്ക് വേണ്ടി. നിങ്ങളുമൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. സഭയെ സ്നേഹിക്കുന്ന എല്ലാവരും വിഷമത്തില്ല. കാരണം ഒരു ബലിക്ക് വേണ്ടി ഇന്നലെ ഒരു സഹോദരി എന്നോട് പറഞ്ഞു, 17 കിലോമീറ്റർ യാത്ര ചെയ്താലേ ഒരു വശം തന്നെ ഒരു പരിശുദ്ധ കുർബാനയ്ക്ക് പോകാനൊക്കത്തുള്ളൂ. നാട്ടുകാരെല്ലാം പറയുന്നത് നിനക്ക് വട്ട, നീ സഭയുടെ കൂടാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിന്നിട്ട് എന്നാ കാര്യം? നമ്മുടെ വിചാരിച്ചൻ അങ്ങനല്ലല്ലോ, ഞങ്ങളാരും അങ്ങനല്ലല്ലോ, പിന്നെ നീ എന്തേ അങ്ങനെ വരാൻ? ആ സ്ത്രീ പറഞ്ഞു, എനിക്ക് അനുസരണ വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. നിങ്ങൾ മാർപ്പപ്പയെ അനുസരിക്കില്ല, ഞാൻ മാർപ്പപ്പയെ അനുസരിക്കും. ഞാൻ മാർപ്പപ്പ പറഞ്ഞത് മാത്രമേ കേൾക്കത്തുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞത്, ഈ ആളിനെ, ഈ സ്ത്രീയെ എവിടെയെങ്കിലും കൊണ്ടുപോയി ധ്യാനിപ്പിക്കണം, ഇവർക്ക് മാനസികമായിട്ട് എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, ശരിയാണ്, എനിക്ക് മാനസികമായിട്ട് പ്രശ്നമുണ്ടെന്നേ. കാരണം എൻ്റെ മനസാക്ഷി അനുസരിച്ച് ഞാൻ ഇവിടെ നമ്മുടെ ഇടവകയിൽ ഇപ്പോൾ അർപ്പിക്കപ്പെടുന്ന ബലി ദൈവഹിത പ്രകാരമുള്ളതല്ല. കാരണം ദൈവഹിത പ്രകാരമുള്ളതല്ല എന്ന് പറയാൻ കാരണം, നമ്മളങ്ങനെ നീ പറയുന്ന കണക്കാണ് എങ്ങനെയാണ് ദൈവഹിതം തിരിച്ചറിയുന്നത്? ദൈവഹിതം തിരിച്ചറിയാൻ 2 വഴികളുണ്ട്. കുടുംബത്താണെങ്കിൽ മാതാപിതാക്കളുടെ വാക്കുകൾ ദൈവഹിതമാണ്. കാരണം ദൈവം അവരെയാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവരൊരിക്കലും നമ്മുടെ ദ്രോഹത്തിന് വേണ്ടി ഒന്നും പറയില്ല, ചെയ്യില്ല. അങ്ങനെയെങ്കിൽ ആദ്യത്തെ ദൈവശബ്ദം കേൾക്കുന്നത് മാതാപിതാക്കളുടെ ശബ്ദത്തിലൂടെ. ഇനി തുടർന്ന് വീണ്ടും നമുക്കുള്ളത് വിശ്വാസപരമായി പറയുമ്പോൾ അധികാരികൾ, അപ്പനെന്ന് വിളിക്കുന്ന, അച്ഛനെന്ന് വിളിക്കുന്ന ആൾ, അദ്ദേഹവും അധികാരിയാണ്. അവരിലൂടെ ദൈവഹിതം തിരിച്ചറിയാൻ പറ്റും. പക്ഷേ അവരിലൂടെ ദൈവഹിതം തിരിച്ചറിഞ്ഞ് നടക്കുമ്പോൾ അവർക്ക് വഴിതെറ്റിയാൽ പരിശുദ്ധാത്മാവ് നമ്മളെ ആ സത്യം വെളിപ്പെടുത്തി തരും കേട്ടോ. കാരണം അവർ നമ്മളെ നയിക്കേണ്ടത് അവരിലേക്കല്ല, അവരെ വിളിച്ച ദൈവത്തിലേക്കാണ്. ആ ദൈവത്തിലേക്കാണെങ്കിൽ അവിടെ അനുസരണ മസ്റ്റാണ്. നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പരിശുദ്ധ കുർബാന എന്താണെന്ന്? ഒന്ന് ചിന്തിക്കുകയും അറിയുകയും ചെയ്യുന്നത് ഒരുപാട് നല്ലതാണ്. കുർബാനയാണ് അപ്പവും മീഞ്ഞും എടുത്ത് ഈശോയുടെ തിരുശരീര രക്തമാകുന്നതാണെന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതതിൻ്റെ ചെറിയൊരു ഭാഗമാണ്. യഥാർത്ഥത്തിൽ ഒരു പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് പുത്രൻ പിതാവിനെ അനുസരിച്ചതാണ്. ഈശോ പറയുന്നില്ലേ, എൻ്റെ ഇഷ്ടം ചെയ്യാനല്ല ഞാൻ വന്നേക്കുന്നത്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യാനാണ്. പിതാവിൻ്റെ ഇഷ്ടം എന്താ? മനുഷ്യവർഗം രക്ഷപ്പെടണം. മനുഷ്യവർഗം രക്ഷപ്പെടണമെങ്കിലോ പുത്രൻ ബലിയാകണം. പുത്രൻ ബലിയ അതുകൊണ്ടാണ് പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാഞ്ഞിട്ടും അവൻ ആമേൻ പറഞ്ഞുകൊണ്ടത് ഏറ്റെടുത്ത്, കുരിശേറ്റെടുത്ത്. സഹോദരങ്ങളെ, ഇത് തന്നെയാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം. നമ്മളൊരു വികാരിയച്ഛനെ കണ്ടിട്ടോ അല്ലെങ്കിൽ കൂടെ കൂടുന്ന കുറേ ആളെ കണ്ടിട്ടോ ഒരിക്കലും ഒരു കത്തോലിക്കനായിട്ടൊരു ക്രിസ്ത്യാനിയായിട്ടിരിക്കില്ല. നമ്മളായിരിക്കേണ്ടത് നമുക്ക് മാമോദീസായിലൂടെ ലഭിച്ച പരിശുദ്ധാത്മാവിനാൽ ജ്വലിക്കപ്പെട്ട് നമ്മുടെ ഉൾബോധത്തിൽ ക്രിസ്തുവിനെ കണ്ട് ക്രിസ്തുവിനോട് ചേർന്ന് അവൻ്റെ ബലി അർപ്പിച്ച് ജീവിക്കുമ്പോഴാണ് യഥാർത്ഥ ക്രിസ്ത്യാനിയായി തീരുന്നത്. അതാണ് ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇല്ലാതെ പോയത്. അതിനു വേണ്ടിയാണ് ഞാനും നിങ്ങളുമൊക്കെ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഉറപ്പായിട്ടും വിശ്വസിക്കുക, സഭ പറയുന്ന തരത്തിലുള്ള പരിശുദ്ധ കുർബാന നമുക്ക് ലഭിക്കും, ഉറപ്പ്. അതിപ്പം കുറച്ച് പേരെ പുറത്താക്കേണ്ടി വന്നാൽ പുറത്താക്കും. കാരണം ലൂസിഫറിനെ പുറത്താക്കാനും ദൈവത്തിന് സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ അനുസരിച്ചില്ലേ, പുറത്ത് പോയേ പറ്റൂ. അത് തന്നെ ഇവിടെ സംഭവിക്കും. മനുഷ്യൻ്റെ മുടന്ത ന്യായവും യുക്തിയും ഒന്നും ഇവിടെ കാര്യമായ പ്രശ്നമല്ല. ഇവിടെ ദൈവവിശ്വാസം മാത്രമാണ്, അനുസരണം മാത്രമാണ് കൃത്യമായി ആവശ്യപ്പെടുന്നത്. ശക്തമായി പ്രാർത്ഥിക്കുക, നമ്മുടെ സഹനങ്ങളൊക്കെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക, സഭയുടെ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം സാത്താൻ അലറുന്ന സിംഹത്തെപ്പോലെ ഒരു ഭാഗത്തും മറ്റ് ചില ഭാഗങ്ങളിൽ പതിയിരിക്കുന്ന പുലിയെപ്പോലെ ശാന്തതയോടെ പിടിച്ച് തിന്നാൻ വേണ്ടി, ആത്മാക്കളെ പിടിച്ച് തിന്നാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. പല രൂപത്തിലും പല ഭാവത്തിലുമുണ്ട്. തിരിച്ചറിഞ്ഞ് ജീവിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനെ നിങ്ങളെ സഹായിക്കട്ടെ. 100% ഉറപ്പ് പരിശുദ്ധ സഭയുടെ ബലി അർപ്പിക്കപ്പെടും. ആ ബലിയിൽ പങ്കെടുത്ത് ജീവിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. ഇത് ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം കേട്ടോ, പ്ലീസ്. കമൻറ്റും കൂടി ഇടേ, അപ്പോൾ അറിയാമല്ലോ.